എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. 2023 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് എക്സാം ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനുവരി ഫെബ്രുവരി കംപ്ലീറ്റ് ആക്കി, മാർച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ മാർച്ചിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് എന്നുള്ളത് വായിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇതൊരു എക്സാം എന്ന രീതിയിൽ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. എന്നിട്ട് കിട്ടാത്ത കാര്യങ്ങളുള്ളത് നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മലിനീകരണം കുറയ്ക്കുന്നതിന് എത്ര വർഷം പഴക്കമുള്ള എണ്ണ ടാങ്കറുകളുടെയും ബൾക്ക് കാരിയറുകളുടെയും ട്രേഡിംഗ് ലൈസൻസ് ആണ് ഇന്ത്യ പിൻവലിച്ചത്? മലിനീകരണം കുറയ്ക്കുന്നതിന് എത്ര വർഷം പഴക്കമുള്ള എണ്ണ ടാങ്കറുകളുടെയും ബൾക്ക് കാരിയറുകളുടെയും ട്രേഡിംഗ് ലൈസൻസ് ആണ് ഇന്ത്യ പിൻവലിച്ചത്? എത്ര വർഷമാണ്? 25 വർഷം കേട്ടോ. 25 വർഷം പഴക്കമുള്ളതാണ് ഇന്ത്യ പിൻവലിച്ചത്. അടുത്ത ചോദ്യം, 2023 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്താണ്? 2023 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്താണ്? ആഗോളക്ഷേമത്തിനായുള്ള അറിയാൻ പാടില്ലാത്തവർ അപ്പം തന്നെ എഴുതി വയ്ക്കാട്ടെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, തീമൊക്കെ ചോദിക്കാറുള്ളതല്ലേ. അപ്പോൾ ആഗോളക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്, ആഗോളക്ഷേമത്തിനായുള്ള എന്താണ്? ഗ്ലോബൽ സയൻസ് എന്നതാണ് 2023 ശാസ്ത്രദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ കിളിമാഞ്ചാരോ പർവ്വതം കീഴടക്കിയ കേരളത്തിൽ നിന്നുള്ള സിവിൽ സർവീസ് ഓഫീസർ ആരാണ്? അപ്പോൾ കിളിമാഞ്ചാരോ പർവ്വതം എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. അത് കീഴടക്കിയ കേരളത്തിൽ നിന്നുള്ള സിവിൽ സർവീസ് ഓഫീസർ ആണ് അർജുൻ പാണ്ഡ്യൻ. ഇന്ത്യൻ എയർഫോഴ്സും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത അഭ്യാസമായിരുന്നു ഷിൻയു മൈത്രി എന്ന് പറയുന്നത്? ഇന്ത്യൻ എയർഫോഴ്സും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത അഭ്യാസമായിരുന്നു ഷിൻയു മൈത്രി? ഏതാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിൻയു മൈത്രി ഏതാണ്? ഇന്ത്യയും ജപ്പാനും. 2022 വൻകിട വ്യവസായങ്ങളുടെ വിഭാഗത്തിൽ വ്യവസായ സുരക്ഷാ അവാർഡ് നേടിയ വ്യവസായം ഏതാണ്? 2022 വൻകിട വ്യവസായങ്ങളുടെ വിഭാഗത്തിൽ വ്യവസായ സുരക്ഷാ അവാർഡ് നേടിയ വ്യവസായം ഏതാണ്? ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഓരോ ദിവസവും ഒരു 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ജനുവരി 2023 മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും, അതായത് കറണ്ട് അഫയേഴ്സ് ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ ഇനിയും തുടർച്ചയായിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ കഴിഞ്ഞു എന്നാലും കുഴപ്പമില്ല, അടുത്ത ദിവസം മുതലുള്ള ഏപ്രിൽ മുതലുള്ളത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക. അതിൻ്റെ ഇടയ്ക്ക് സമയമുള്ള പോലെ ബാക്കിലുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് തീർത്താലും മതി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ LDC 2024 ആ ഒരു സ്റ്റഡി ടൈം ടേബിളിലും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 1-2 ദിവസം എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ചലഞ്ച് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ ബോണ്ട് സൂചിക ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ ബോണ്ട് സൂചിക ആരംഭിച്ച സ്ഥാപനം ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഏഷ്യൻ ചെസ് ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഗുഗേഷ് ആണ് കേട്ടോ. ഗുഗേഷ് ഓർത്ത് വച്ചിരിക്കുക. അടുത്ത ചോദ്യം, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതചക്രം സംബന്ധിച്ച് ലോകബാങ്ക് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? ലോകബാങ്കിൻ്റെ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്കോർ 74.4 ആണ് കേട്ടോ. 74.4.
അടുത്തത് 2023 ലോക വന്യജീവി ദിനത്തിന്റെ തീം എന്താണ്? 2023 ലോക വന്യജീവി ദിനത്തിന്റെ തീം എന്താണ്? വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നതാണ്. പങ്കാളിത്തം. എല്ലാത്തിൻ്റെയും തീംസ് പഠിക്കണം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ആനയെ ആചാരപരമായ കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ആനയെ ആചാരപരമായ കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തൃശ്ശൂരുള്ള ഇരിഞ്ഞടപ്പിള്ളി ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് റോബോട്ടിക് ആന കേട്ടോ. റോബോട്ടിക് ആന എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. അത് തൃശ്ശൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള ക്രാഷ് ബാരിയർ ഏത് ഹൈവേയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പം ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള ക്രാഷ് ബാരിയർ ഏത് ഹൈവേയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് ഹൈവേ ആണ്? മഹാരാഷ്ട്രയിലെ വാണി വരോറ ഹൈവേയിലാണ്. വാണി വരോറ ഹൈവേ എവിടെയാണ്? മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഏത് ദൗത്യത്തിന് കീഴിലാണ് 2023 മാർച്ച് 22 കേരളത്തിലെ ആദ്യത്തെ ജല ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഏത് ദൗത്യത്തിന് കീഴിലാണ് 2023 മാർച്ച് 22 കേരളത്തിലെ ആദ്യത്തെ ജല ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഏതാണ്? ഹരിത കേരളം മിഷന്റെ കീഴിൽ കേട്ടോ. ഹരിത കേരളം മിഷന്റെ കീഴിലാണ്. 2023 ലോക പുസ്തകമേളയിൽ ഇന്ത്യാസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗപോക്സ് ടു വാക്സിൻ മൈത്രി എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണ്? ഏതാണ് ബുക്ക്? ഇന്ത്യാസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗപോക്സ് ടു വാക്സിൻ മൈത്രി എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. അടുത്ത ചോദ്യം, 29ാമത് എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ആരാണ്? 29ാമത് ആരാണ്? പി വത്സല. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല. 15ാമത്തെ ചോദ്യം, ഓൺലൈൻ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹർ പേയ്മെന്റ് ഡിജിറ്റൽ എന്ന ദൗത്യം ആരംഭിച്ചത് ആരാണ്? ഓൺലൈൻ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹർ പേയ്മെന്റ് ഡിജിറ്റൽ എന്ന ദൗത്യം ആരംഭിച്ചത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 25 വർഷത്തിന് ശേഷം ആദ്യമായി സൈന്യത്തിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? 25 വർഷത്തിന് ശേഷം ആദ്യമായി സൈന്യത്തിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? കൊളംബിയ. ഏതാണ്? കൊളംബിയയാണ് കേട്ടോ. കൊളംബിയ. 25 വർഷത്തിന് ശേഷം. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനം ആസാം. അടുത്ത ചോദ്യം, 100 വീടുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 100 വീടുകളിൽ ഏതാണ്? ഗോവയാണ് കേട്ടോ. ഗോവ. 100 വീടുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗോവ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയ കളിക്കാരൻ. ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? എംബാപ്പെ അല്ലേ? എംബാപ്പയാണ് കേട്ടോ. കിലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ 2022 ഗോൾഡൻ ബൂട്ട് നേടിയ കളിക്കാരൻ എംബാപ്പെ. ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിടമുള്ള ഹോക്കി സ്റ്റേഡിയമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിടമുള്ള ഹോക്കി സ്റ്റേഡിയമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയമാണ്. അടുത്ത ചോദ്യം, മുണ്ടക ഉപനിഷത്ത് ഗേറ്റ്വേ ടു എറ്റേണിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മുണ്ടക ഉപനിഷത്ത് ഗേറ്റ്വേ ടു എറ്റേണിറ്റി എന്ന പുസ്തകം എഴുതിയത് മുൻ MP ആയ കരൺ സിംഗ് ആണ് കേട്ടോ. മുൻ MP ആയ കരൺ സിംഗ് ആണ്. കരൺ സിംഗ്.
22ാമത്തെ ചോദ്യം, 95ാമത് അക്കാദമി അവാർഡിൽ ദി എലിഫന്റ് വിസ്പേഴ്സിന് ഏത് വിഭാഗത്തിലാണ് ഓസ്കാർ നേടിയത്? ദി എലിഫന്റ് വിസ്പറിങ് അല്ലേ, നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ഓസ്കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൽ ഏത് വിഭാഗത്തിലാണ്, ഏതിലാണ്? മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം അല്ലേ, മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനാണ് ഓസ്കാർ നേടിയത്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം. 2023 ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിതയായ മലേഷ്യയിൽ നിന്നുള്ളത് ആരാണ്? മിഷേൽ ആണ് കേട്ടോ, മിഷേൽ യോയാണ്. മിഷേൽ യോ 2023 ഓസ്കാർ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിതയായ മലേഷ്യയിൽ നിന്നുള്ളത് ആരാണ്? മിഷേൽ യോ. 24ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറി അല്ലേ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറി ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്കിടയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയായ ഉന്നതി ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്കിടയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയായ ഉന്നതി ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഉന്നതി ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. ആരാണ്? ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. 27ാമത്തെ ചോദ്യം നോക്കാം. ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് സെൻട്രൽ ബാങ്കിംഗ് ഗവർണർ ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയതാരാണ്? ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് സെൻട്രൽ ബാങ്കിംഗ് ഗവർണർ ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയതാരാണ്? ശക്തികാന്ത് ദാസ് ആണ് കേട്ടോ, ശക്തികാന്ത് ദാസ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരള ജ്യോതി 2023 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർക്കാണ് സമ്മാനിച്ചത്? കേരള ജ്യോതി 2023 ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ് സമ്മാനിച്ചത്? MT വാസുദേവൻ നായർക്ക് അല്ലേ, MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. MT വാസുദേവൻ നായർ. ആരാണ് സമർപ്പിച്ചത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം, ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതിയ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതിയ അംഗത്വം നേടിയ രാജ്യമാണ് ഈജിപ്ത്. അടുത്ത ചോദ്യം, അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവസിപ്പിക്കുവാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? അവിവാഹിതരായ അമ്മമാരെയും അവരുടെ കുട്ടികളെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ്. 2023 വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത്? 2023 വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരാണ്? ലെവ്ലിന ബോർഗോഹെയ്ൻ ആണ്. ലെവ്ലിന ബോർഗോഹെയ്ൻ. അപ്പോൾ ഈ പേര് കാണുമ്പോൾ ഓർക്ക് എന്തായി റിലേറ്റ് ചെയ്തതാണ്? ഏത് കളിയുമായിട്ടാണ്? ബോക്സിംഗ് ആണ് കേട്ടോ, ബോക്സിംഗ് ആയി റിലേറ്റ് ചെയ്തതാണ്. 2023 വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ലെവ്ലിന ബോർഗോഹെയ്ൻ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഒന്നാമതെത്തിയത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഒന്നാമതെത്തിയത്? MG യൂണിവേഴ്സിറ്റിയാണ് ഒന്നാമതെത്തിയത്. ഓക്കെ,
അപ്പോൾ 34 ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 2022 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് എത്ര കലാകാരന്മാർക്കാണ് ലഭിച്ചത്? 2022 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് എത്ര കലാകാരന്മാർക്കാണ് ലഭിച്ചത്? എത്ര പേർക്കാണ് ലഭിച്ചത്? 3 പേർക്കാണ് കേട്ടോ ലഭിച്ചത്. ആരൊക്കെയാണ് 3 പേരെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ആരൊക്കെയാണ്? ഗോപിനാഥ് കോഴിക്കോടാണ് കേട്ടോ. ഗോപിനാഥ് കോഴിക്കോട്. പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. ദെൻ വിദ്യാധരൻ. ഇങ്ങനെ 3 പേർക്കാണ് ലഭിച്ചത്. വിദ്യാധരൻ 3 പേർക്കാണ് എന്ത് ലഭിച്ചത്? കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത്. അപ്പോൾ 35 ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പഠിക്കാത്ത ചോദ്യങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് പഠിക്കാത്തത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക.